അടുത്തതായി സമസ്തക്കും സുന്നത്ത് ജമാഅത്തിനും സോഷ്യൽ മീഡിയക്കകത്തും പുറത്തും ശക്തി പകരുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ വേദിയിൽ ആദരിക്കുകയാണ്. അബൂ ത്വാഹിർ ഫൈസി മാനന്തവാടി, മഹാനായ കോഴിക്കോട് ഖാളി സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലൈലി അവാർഡ് കൈമാറുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അടുത്തതായി സൽമാൻ അസ്ഹരി കരുളായി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മുജീബ് റഹ്മാൻ അൻസരി നീലഗിരി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. 3 യുവ നേതാക്കന്മാർക്ക് ഒരു അവാർഡ് കൊടുക്കുകയുണ്ടായി. അവർക്ക് 100% അർഹതപ്പെട്ട ഒരു അവാർഡാണ് അവിടെ പ്രഖ്യാപിച്ചത്. കുനിയാമറക്കലുമില്ല കോയത്തങ്ങൾ പാപ്പാന്റെ ഒന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് സൽമാൻ അസ്ഹരി, അള്ളാഹു താല ആഫിയത്തോടുകൂള്ള ഇജ്ജത്തോടുകൂള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. രണ്ടാമത് മുജീബ് റഹ്മാൻ അൻസരി, ഹിമ്മത്ത് കൊടുക്കട്ടെ അദ്ദേഹത്തിനും അള്ളാഹു താല ആഫിയത്തോടുകൂള്ള ഇജ്ജത്തോടുകൂടെ ഈ സമൂഹത്തിനെ നയിക്കാൻ, സമസ്തന്റെ വേണ്ട ഈ പ്രതിസന്ധി ഘട്ടത്തിൽ മുന്നിൽ നിന്നുകൊണ്ട് നയിക്കാൻ നമുക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വം ആവശ്യമാണ്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ വിഭാഗീയ ഈ പ്രശ്നം, അതായത് ഈ സ്വഹാബികളുടെ ഈ നളന്തകളുടെ ഫിത്തിന തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് ഈ സമ്മേളനം കഴിയുന്നത് വരെ, ഇന്നലെ വരെ സോഷ്യൽ മീഡിയകളിലും അല്ലാതെയും സത്യവും അസത്യവും വേർതിരിച്ചിട്ട് ഒരു തറവാടിനെയോ ഒരു പണ്ഡിതന്മാരെയോ വ്യക്തിഹത്യ ചെയ്യാതെ ഒരു വിഷയങ്ങൾ വരുമ്പോൾ അതിനെപ്പറ്റി അവിടെയുള്ള നാട്ടുകാരോടും അല്ലെങ്കിൽ അവിടേക്കും മുഷാവറ മെമ്പർമാരോടും ചോദിച്ച് സമ്മതം വാങ്ങി അവരോട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് പിന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മാനന്തവാടി അബൂ ത്വാഹിർ ഫൈസി, അള്ളാഹു താല ആഫിയത്തോടു കൂടി ലജ്ജത്തോടു കൂടി നൽകുമാറാവട്ടെ. ആ 3 പേർക്ക് തഹിയ നമ്മുടെ കുനിയ സമ്മേളനത്തിൽ വെച്ച് ഒരു അവാർഡ്, അത് ഇപ്പൊ ഈ സ്വഹാബികൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ നളന്തകൾ കുരു പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓലിപ്പോൾ എന്താണ് പറയുന്നത്? ഒരു കള്ളപ്രചരണം. എന്ത്? അമീദ് ഫൈസിയാണ് ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അമീദ് ഫൈസിയാണ് ഈ 3 പേർക്ക് ഈ അവാർഡ് കൊടുക്കാൻ അമീദ് ഫൈസിയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു പച്ച നുണ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഉറഞ്ഞു തുള്ളുന്നുണ്ട്. അമീദ് ഫൈസി ഉസ്താദാണ് ഇതിന്റെ ബാക്കിൽ പ്രവർത്തി. അമീദ് ഫൈസി ഉസ്താദിനെ ആ കമ്മിറ്റി വിളിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു 3 ഉപഹാരം കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാർ അവിടെ പിന്നെ സദസ്സിൽ പിന്നെ ആ ക്യാമ്പ് നടന്ന ആ ഒരു സ്റ്റേജിൽ വെച്ചുകൊണ്ട് അത് കൊടുക്കുന്ന തോന്നുന്നുണ്ട്. ഈ നളന്തകളെ സ്വഹാബികളെ കള്ളപ്രചരണം എന്താണ്? അമീദ് ഫൈസി ഉസ്താദാണ് ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ഇത് എന്നോ, അതായത് ഈ വിഭാഗീയ പ്രവർത്തനം ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ ചിത്രതയും വെറുപ്പും സുന്നി വിരുദ്ധ നിലപാടുമായി ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണം, സമസ്തന്റെ ഭരണഘടന തിരുത്തണം, ഇതിലൊരു ഇത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ഇറങ്ങി പുറപ്പെട്ടപ്പോൾ നിങ്ങൾക്കറിയാലോ, നളന്ദ എന്ന് പറഞ്ഞ സമ്മേളനം വെച്ചു, പിന്നെ ഖാദി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഇത് വെച്ചു. ഇപ്പൊ സുന്നി മൽ ഫെഡറേഷനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അതിന്റെ സമ്മേളനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? സമസ്തയിൽ വിള്ളലുണ്ടാക്കുക, സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കുക, പിന്നെ സമസ്തന്റെ ആലിമീങ്ങളെ തേജോവധം ചെയ്യുക. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ മുതൽ MT ഉസ്താദ് മുതൽ കൊയ്യോട് ഉസ്താദ് മുതൽ ആലിക്കുട്ടി ഉസ്താദ് മുതൽ വരുന്ന ആലമ്പാടി ഉസ്താദ് വരെ സമസ്തയിൽ ഏതൊക്കെ ഇവലെ പരിധിയിൽ വരാത്ത, ഇവൽ പറഞ്ഞാൽ കേൾക്കാത്ത മുഷാവറ മെമ്പർമാരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സമുദായത്തിന്റെ അടിയിൽ ഭിന്നിപ്പുണ്ടാക്കുക, സമസ്തന്റെ ആലിമീങ്ങളെ പേര് പറയാം. ബഹുമാനപ്പെട്ട സമസ്തന്റെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമനെ പോലും പൊതുമധ്യത്തിലിട്ട് അവഹേളിക്കുക, കള്ളപ്രചരണം നടത്തുക. സമസ്ത അങ്ങനെ ചെയ്തു, മുഷാവറ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല, മുഷാവറിന്റെ തീരുമാനമല്ല, ഇത് കുറച്ച് കുട്ടി നേതാക്കന്മാർ തലല്ല നിയന്ത്രിക്കണം, വാലാണ് നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തന്റെ ഉള്ളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി അവിടെ സ്റ്റേജ് കെട്ടി, ഇവിടെ നളന്ദിയിൽ സ്റ്റേജ് കെട്ടി, അവിടെ ഓരോരോ സംഘടനയുടെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട് സമുദായത്തിന്റെ ഇടയിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഇടയിലും സുന്നി പ്രവർത്തകരുടെ ഇടയിലും വസ്വാസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ പൊതുസമൂഹത്തിന് സ്റ്റേജ് കെട്ടാതെ ബഹുമാനപ്പെട്ട അബൂ ത്വാഹിർ ഫൈസി ആയിക്കോട്ടെ, സൽമാൻ അസ്ഹരി ഉസ്താദ് ആയിക്കോട്ടെ, മുജീബ് റഹ്മാൻ അൻസരി ഉസ്താദ് ആയിക്കോട്ടെ, ഇവരെന്താ ചെയ്യുന്നത്? ഓലൊരു ഫ്ലാറ്റ് ഓലെ FBയിലും വന്നുകൊണ്ട് ഒരു ഈ സോഷ്യൽ മീഡിയയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ സത്യം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്ത്? മക്കൾ അങ്ങനെയല്ല,
സയ്യിദുൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങൾ ആരും പാണക്കാട് തങ്ങന്മാർക്കെതിരല്ല. ഇവർ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ സ്വഹാബികൾ നിളന്തകൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവരൊക്കെ എന്താണ് പിന്നെ ലീഗിനെതിരാണ്, പിന്നെ പാണക്കാട് കുടുംബത്തിനെതിരാണ് എന്നാണ് ഇവർ പറഞ്ഞ് പിന്നെ ഈ കുപ്രചരണം അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന ഈ പറയപ്പെട്ട അമീദ് വൈസി ആയിക്കോട്ടെ, ഈ പറയപ്പെട്ട അബൂതാഹിർ വൈസി ആയിക്കോട്ടെ, ഇവരൊക്കെ നാട്ടിൽ അന്വേഷിച്ച് നോക്കിയാൽ അറിയാം ഇവർ ഏത് രാഷ്ട്രീയ പാർട്ടിൻ്റെ ആൾക്കാരാണ്. ഇവരുടെ മഹല്ലിൽ വരെ എന്തെങ്കിലും ഫിത്തന വരെ പറ്റുണ്ടോ? ഇപ്പോൾ മുജീബ് റഹ്മാൻ അൻസരി ഉസ്താദിൻ്റെത് വയനാടാണ്, സൽമാൻ അസരി ഉസ്താദിൻ്റെത് നിലമ്പൂരാണ്, അബൂതാഹിർ വൈസിൻ്റെ മാനന്തവാടിയാണ്. നിങ്ങൾ പോയിട്ടൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം ഇവർ നാട്ടിൽ എന്താണ് ഇവരെ പറ്റി. ഒരു ചുക്കും നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കിട്ടൂല. അപ്പോൾ ആ നേതാക്കന്മാർ ഓൽക്ക് അവാർഡിന് അർഹതപ്പെട്ടതാണ്. ഇതിൻ്റെ ബാക്കിൽ ഈ ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കണം എന്നുള്ളത് ഞാൻ അധികം പറഞ്ഞില്ലേ. സമസ്തൻ്റെ അടിയിൽ വസവാസ് ഈ ചിത്രത ഉണ്ടാക്കി പുറപ്പെട്ടപ്പോൾ ഈ 3 പേരും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓലെ കഴിവ് പ്രയോഗിച്ചിട്ട് അതിനെ ഓലെന്ത് ചെയ്തു, തടുത്ത് തരണം ചെയ്തു. അങ്ങനെയല്ല, ഇങ്ങനെയാണ്. പിന്നെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഉണ്ടാക്കാണ് ഞങ്ങൾ സമസ്തൻ്റെ, പിന്നെ ഞങ്ങൾ പാണക്കാട് വിരോധികളല്ല. ഇവരെന്താണ് ചിത്രത പറഞ്ഞുകൊണ്ടിരിക്കണം? എന്താണ് ഇവർ പിന്നെ പാണക്കാട് വിരോധികളാണ്, പിന്നെ അങ്ങനത്തെ വിരോധികളാണ്, ഇങ്ങനത്തെ വിരോധികളാണ് എന്നാണ് ഇവൾ പൊതുസമൂഹത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവർ ഈ ചിത്രത സമസ്തൻ്റെ ഉള്ളിൽ ഈ സുഹാബികൾ ഈ നളന്തകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഫിത്തന, അതിൻ്റെ നേർക്കാഴ്ച, നേർവഴി, അതിൻ്റെ സത്യാവസ്ഥ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഇട്ടുകൊണ്ട് പൊതുസമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കാൻ ഓലെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് എന്നിട്ട് ഓലത് സമൂഹത്തിൻ്റെ ഇടയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയല്ല, ഇങ്ങനെയാണ്. അപ്പോൾ സുന്നി മക്കൾ അത് ഏറ്റെടുത്തു. ഇതാണോ സത്യം? സൽമാൻ അസരി ഉസ്താദ് പറഞ്ഞ തന്നെയാണ് കാര്യം. കാരണം ഓല അതിൻ്റെ എല്ലാ തെളിവ് പ്രകാരം ഇപ്പോൾ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ ജാമ്യന്ന് എന്തൊക്കെ പച്ച നുണ പറഞ്ഞു. അതേപോലെ നാസിർ ഫൈസി, ഇവരൊക്കെ സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഓലെ തിരുത്താണ്. അബ്ദുൽ സമദ് പൂക്കോട്ടൂരിനെ തിരുത്തിയിട്ടില്ലേ? പറയുന്നത് നിങ്ങൾ പറഞ്ഞത് പച്ച നുണേനെ എന്ന് പറഞ്ഞു. ഇതുവരെ ഈ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ അതിന് പിന്നെ മൂപ്പര പേരൊക്കെ കളവ് പറഞ്ഞു കഴിഞ്ഞാൽ നിയമ നടപടി സ്വീകരിച്ചൂടെ? അല്ലെങ്കിൽ നാസിർ ഫൈസി പറഞ്ഞത് പച്ച നുണ എന്ന് പറഞ്ഞിട്ടില്ല ഇവർ പറഞ്ഞേക്കണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ അടിയിൽ വന്നിട്ട് സത്യം അസത്യം വേർതിരിച്ചു കൊടുക്കുകയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഈ പറയപ്പെട്ട 3 പ്രഭാഷകരുടെ പ്രഭാഷണത്തിൽ ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിൽ പാണക്കാട് സാദാത്തിങ്ങളെ കുറ്റം പറഞ്ഞ ഏതെങ്കിലും ഒരു വരി നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? പാണക്കാട് സാദാത്തിങ്ങളെ തെറി പറഞ്ഞതോ, അല്ലെങ്കിൽ അവരെ പൊതുസമൂഹത്തിൻ്റെ അടിയിൽ മോശമായി പറഞ്ഞതോ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് മോശമായി പറഞ്ഞതോ, അല്ലെങ്കിൽ പാണക്കാട് സാദാത്തിങ്ങളെ പറ്റി എന്തെങ്കിലും ഒരു മോശമായൊരു കാര്യം ഈ 3 വ്യക്തികൾ പറഞ്ഞിക്കണോ? ഇല്ല. അപ്പോൾ ഈ പ്രവാസ ലോകത്തുള്ളൊരു കൂട്ടായ്മ, പ്രവാസത്തില്ല GCC കൺട്രിയിൽ പെട്ട പിന്നെ കുറച്ച് ആളുകൾ കൂടിയിട്ട് തീരുമാനിച്ചതാണ് എന്ത്, ഈ 3 നേതാക്കന്മാർക്ക്, ഈ 3 യുവ നേതാക്കന്മാർക്ക്, ഒരു സുന്നത്ത് ജമാഅത്തിനും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ സ്വഹാബികളും നളന്തകളും നിരന്തരം ഇപ്പോൾ ഈ വാഫി വിഷയം വന്നപ്പോൾ ഇതിലൊക്കെ അവർ സത്യം പൊതുസമൂഹത്തിന് വിളിച്ചു പറഞ്ഞു. ഇതൊക്കെ ഈ സമുദായത്തിന് സമസ്തൻ്റെ മക്കൾ ഇത് കേൾക്കുകയാണ്. അപ്പോൾ പ്രവാസത്തിലുള്ള സമസ്തൻ്റെ മക്കൾ ഒരുമിച്ച് കൂടിയിട്ട് എന്ത് ചെയ്തു? ഇവർക്കൊരു ഉപഹാരം സമസ്ത എവിടുന്ന് കൊടുക്കണം? കുനിയ സമ്മേളനത്തിൽ വെച്ച് 100-ാം വർഷത്തിൽ കൊടുക്കണം എന്നുള്ളത് പ്രവാസ ലോകത്തിലെ സംഘടനകൾ തീരുമാനിച്ചിട്ട് ഓലൊരു സംഖ്യ കൊടുക്കാൻ തീരുമാനം, ലാപ്ടോപ്പ് ഇവർക്ക് കൊടുക്കണമെന്നാണ്. കാരണം ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ അങ്ങനെ ഒരു പ്രവർത്തനമല്ലോ, ഒരു സ്റ്റേജ് കിട്ടിയില്ലല്ലോ പ്രസംഗിക്കുന്നത്. അപ്പോൾ എന്തായി, പ്രവാസത്തില്ല കൂട്ടായ്മ പറഞ്ഞു എന്ത്, അത് വേണ്ട, നല്ലൊരു സംഖ്യ ക്യാഷായിട്ട് തന്നെ അവർക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അത് ചെറിയൊരു സംഖ്യ ഒന്നുമല്ല, നല്ലൊരു സംഖ്യ തന്നെയാണ്. 3 ആൾക്കും ക്യാഷ് അവാർഡായിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സംഖ്യ ഒന്നുമല്ല. അപ്പം ലാപ്ടോപ്പിന് പകരം നല്ലൊരു സംഖ്യ 3 ആൾക്കും നല്ലൊരു സംഖ്യ ക്യാഷ് അവാർഡായിട്ട് അവർ കുനിയ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പാൻ്റെ ഖദ്ദസുല്ലാഹു മഹാനവറുകളുടെ നഗരിയിൽ വെച്ചുകൊണ്ട് തന്നെ പിന്നെ അവർക്ക് അത് കൊടുക്കുകയും ചെയ്തു. അത് 100-ൽ 101% അർഹതപ്പെട്ട ഒരു അവാർഡാണ് ഈ 3 പേർക്കും കൊടുത്തത്. കാരണം ഇവരെന്താണ് പറയുന്നത്? പാണക്കാട് സാദാത്യങ്ങളെ കുറ്റം പറഞ്ഞ ആൾക്കാർക്ക് കുനിയയിൽ പിന്നെ അവാർഡ് കൊടുത്തു എന്നുള്ളൊരു കള്ളപ്രചരണം ഈ സ്വഹാബികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്വഹാബികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചരണം എന്താണ്? പാണക്കാട് സാദാത്യങ്ങളെ കുറ്റം പറഞ്ഞ ആൾക്കാർക്ക് എന്ത് കൊടുത്തു? അവാർഡ് കൊടുത്തു. എവിടെ ഉണ്ട്, എങ്ങനെയുണ്ട് പറയുന്നോണ? ഈ പ്രവാസ കൂട്ടായ്മ പിന്നെ അവിടെ ബന്ധപ്പെട്ടിട്ട് അതിനൊരു സമയം നിശ്ചയിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ പ്രവാസത്തിൽ നിന്ന് ഒരുമിച്ച് കൂടി നല്ലൊരു സംഖ്യ, ഒരു ക്യാഷ് അവാർഡ് 3 പേർക്കും കൊടുക്കും ചെയ്തു. അപ്പം അവർക്ക് അർഹതപ്പെട്ടതാണ്. അല്ലെങ്കിൽ തെളിയിക്കും. ഈ പറയുന്ന 3 വ്യക്തികൾ, സൽമാൻ അസരി ഉസ്താദ്, അബൂതാഹിർ ഫൈസി ഉസ്താദ്, മുജീബ് റഹ്മാൻ അൻസരി ഉസ്താദ്, ഇവർക്ക് 3 കൊല്ലങ്ങൾ കൊടുത്തു. പാണക്കാട് തങ്ങന്മാരെ പച്ചരിച്ച് തിന്നുന്ന ആൾക്കാർക്ക് കൊടുത്തു നിങ്ങൾ പറയുന്നത് ഒരു വരി അല്ലെങ്കിൽ ഒരറുഫ് മുസ്ലിം ലീഗിനെ പറ്റിയോ പാണക്കാട് സാദാത്യങ്ങളെ പറ്റി തെറി പറയുന്ന ഒരറുഫ് ഈ 3 വ്യക്തികൾ പറഞ്ഞു എന്ന് നിങ്ങൾക്ക് പിന്നെ തെളിയിക്കാൻ പറ്റുമോ? തെളിയിക്കാൻ പറ്റൂല. അവർ സുന്നത്ത് ജമാഅത്ത പറഞ്ഞിരിക്കണേ. അപ്പോൾ അബൂതാഹിർ ഫൈസി ഉസ്താദിൻ്റെ പിന്നെ മൂപ്പർ ഓൺലൈനിൽ മൂപ്പർ ലൈവ് എപ്പോഴും കണ്ടാലറിയാം. മൂപ്പർക്ക് ഈ വിഷയം പറയുന്ന മുന്നേ മൂപ്പര് പണി എന്താണ്? മുജാഹിദിൻ്റെ ആൾക്കാരെന്താ പ്രസംഗിക്കണം അതിന് പറ്റി മറുപടി കൊടുക്കല മൂപ്പര പണി. 24 മണിക്കൂർ മൂപ്പര പണി. ഒരു നിശ്ചിത സമയം നോക്കിയിട്ട് മൂപ്പര് മുജാഹിദിൻ്റെ സമ്മേളനം എവിടെയും നടക്കുമ്പോൾ അതിനെപ്പറ്റി പഠിച്ചിട്ട് അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ് മുജാഹിദ് മൗലവി പറഞ്ഞത് തെറ്റാണ്. അതിന് അബൂതാഹിർ ഫൈസി ഉസ്താദ്
കിതാബിൽ ആയത്താണെങ്കിൽ ആയത്ത്, ഹദീസാണെങ്കിൽ ഹദീസ് എടുത്തിട്ട് അത് സ്ഥിരപ്പെടുത്തി കൊടുക്കണം മുജാഹിദിന്റെ മൗലവിമാർക്ക്. കാരണം സുന്നി മുജാഹിദിന്റെ അടിയിലില്ല ഈ വസ്വാസ്. ഓലെ സമ്മേളനം നടക്കുമ്പോൾ ഓല് പലതും സുന്നത്ത് ജമാഅത്തിനെ പറ്റി പറയും. അപ്പൊ ആ സുന്നത്ത് ജമാഅത്തിനെ പറ്റി പറയുമ്പോൾ അത് അബൂ താഹിർ ഫൈസി ഉസ്താദ് ശരിക്കൊരു ദിവസം അതിനെപ്പറ്റി പഠിച്ച് മൂപ്പർ ഉസ്താദുമാരോട് ചോദിച്ച്, അല്ലെങ്കിൽ മൂപ്പർക്ക് അറിയുന്ന കാര്യങ്ങളും ആയത്താണെങ്കിലും ഹദീസാണെങ്കിലും മൂപ്പർ അത് ക്രോഡീകരിച്ചിട്ട് ഒരു മണിക്കൂർ, അരമണിക്കൂർ, ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് മൂപ്പര് മുജാഹിദിന്റെ മൗലവിമാർക്ക് നല്ല വായടപ്പം മറുപടി മൂപ്പര് കൊടുക്കുന്നത്. അതിലിടക്ക് മൂപ്പരെ മുക്കാൽ ജീവിതം മൂപ്പരെ സമയം അതിന് ചെലവഴിക്കുന്നത് മുജാഹിദിനെതിരായിട്ട്, അതായത് സുന്നികളുടെ ഇടയിൽ വസ്വാസം ഉണ്ടാക്കുമ്പോൾ അതിനൊരു മറുപടി ആയിട്ട്. അതിലിടക്ക് ഇതേപോലത്തെ ഈ നളന്തകളും സ്വഹാബികളും വാസ്തവ വിരുദ്ധമായ നിലപാടുകൾ, സത്യത്തിന് നിരക്കാത്ത പ്രസംഗങ്ങൾ, വളരെ പച്ച നുണ പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തിനെ വഞ്ചിക്കുമ്പോൾ ഒരു പണ്ഡിതന്റെ കടമ എന്താണ്? ഒരു തിന്മ കാണുമ്പോൾ അതിനെപ്പറ്റി ആ തിന്മ അത് തിന്മയാണ്, ഇതാണ് നന്മ, ഇതാണ് സന്മാർഗം എന്ന് കാണിച്ചു കൊടുക്കൽ പണ്ഡിതന്മാരുടെ ദൗത്യമാണ്. ആ പണ്ഡിതന്മാരുടെ ദൗത്യമാണ് അബൂ താഹിർ ഫൈസി ഉസ്താദും സൽമാൻ നസരി ഉസ്താദും മുജീബ് റഹ്മാൻ അൻസരി ഉസ്താദും അവരെ പോലെയുള്ള പണ്ഡിതന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവര് മൂന്നാൾക്ക് മാത്രം എന്താ കൊടുക്കാൻ കാരണം? അതായത് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമകാലിക വിഷയങ്ങൾ, വഫിയ പ്രശ്നം, ഈ സുഹാബികളെ പ്രശ്നം, ഈ നളന്ദ സമ്മേളനം വെച്ചു, സുന്നി മാലിന്യ ഫെഡറേഷന്റെ ആ മഹത്തായ സംഘടന ദുരുപയോഗം ചെയ്ത് പല പരിപാടികൾ നടത്തുന്നു. അപ്പൊ അതിൽ പല കളവുകളും പറയുമ്പോൾ അത് പിടികൂടിയിട്ട് അത് അങ്ങനല്ല, ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തന്റെ മക്കൾക്ക് അതിന്റെ സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കണം അവർ ചെയ്യുന്നത്. അതല്ലാതെ അവർ പാണക്കാട് സാധാത്യങ്ങൾ തെറി പറയുമോ, മുസ്ലിം ലീഗിനെ പറ്റി ഏതെങ്കിലും ഓരൊക്കെ ഇപ്പോഴും ലൈവിൽ ഓരോ പ്രസംഗങ്ങളും മൂന്നാളതും നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും. ഏരിയയിലും പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതൊക്കെ എന്താണ്? സമുദായത്തിൽ ചിത്രത ഉണ്ടാക്കുക. അതിനെതിരെ ഈ 3 പണ്ഡിതന്മാർ ശക്തമായിട്ട് അതിനെപ്പറ്റി എതിർത്തു. അപ്പൊ അവർക്ക് ആ ഒരു അവാർഡിന് 100 100 200% അവർ ആ അവാർഡിന് അവർ അർഹതപ്പെട്ടവരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കുറെ തുള്ളിയിട്ടൊന്നും കാര്യമില്ല. ഇപ്പൊ എന്താണ് ബല വരുന്നത്? ഞാൻ കുറെ 35 കൊല്ലമായല്ലോ, 45 കൊല്ലമായി ഞാൻ സമസ്തയിൽ പ്രവർത്തിച്ചിട്ട് എനിക്കൊരു അവാർഡ് ഇതുവരെ ആരും തന്നിട്ടില്ലല്ലോ. എന്താ എനിക്ക് അവാർഡ് ഇല്ലാത്തത്? ഞാൻ ഇത്രയും പ്രസംഗിക്കുന്നുണ്ടല്ലോ, ഞാൻ 50 കൊല്ലമായല്ലോ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി, എന്താ എനിക്ക് അവാർഡ് തരാത്ത എന്ന് പല അനൗൺസ്മെന്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഇങ്ങനെ നെഞ്ചെടുപ്പ് കൂടുകയാണ്. അപ്പൊ അവിടെ അവാർഡ് ആർക്ക് കൊടുത്തു? ഹമീദ് ഫൈസി ഉസ്താദിന് കിട്ടി, സയ്യിദ് ഉലമക്ക് കിട്ടി, വേറെ ആർക്കൊക്കെ അവിടെ അവാർഡ് കിട്ടി. ഓരൊക്കെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാണ്. കറ കളഞ്ഞ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു തീരുമാനം എടുത്തോ? ഇപ്പൊ CISന്റെ വിഷയത്തിൽ സമസ്ത തീരുമാനം എടുത്തു, അത് പറ്റൂല, സമസ്ത ഒഴിവാക്കി. സമസ്ത ഒരു വര വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ വരന്റെ അപ്പുറം ഹമീദ് ഫൈസി ഉസ്താദ് ആയാലും ഈ സൽമാൻ നസരി ആയാലും ആരായാലും ഇവര് കടക്കണില്ല. ഓല് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എടുത്ത തീരുമാനത്തിന്റെ ഒപ്പം അടിയുറച്ചു നിൽക്കണേ. അപ്പൊ സമസ്തന്റെ ആ ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകര് ഇപ്പൊ നിങ്ങൾ 3 അവാർഡ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് തുള്ളുന്നുണ്ടല്ലോ, കുരു പൊട്ടിച്ചിട്ട് കാര്യമില്ല. ഓരൊക്കെ സമസ്തന്റെ ഒപ്പം നിൽക്കുന്നതാണ്. സമസ്ത അല്ല ഒരു കൊടുക്കുന്നത്, സമസ്തനെ സ്നേഹിക്കണ സമസ്ത മക്കളാണ് ആ അവാർഡിന് തേടിയിട്ട് ഓരോരുത്തർക്ക് ചെല്ലുന്നത്, അല്ലെങ്കിൽ അവാർഡ് കൊടുക്കുന്നത് സമസ്ത മക്കളാണ്. സമസ്തന്റെ പണം എടുത്തിട്ടല്ല കൊടുക്കുന്നത്. പ്രവാസികൾ സ്വരൂപിച്ച് കിട്ടുന്ന ആ പൈസ എടുത്തിട്ട് ഓലെ പ്രവർത്തനം കൊണ്ട് നിങ്ങൾ ഈ 3 പണ്ഡിതന്മാരും തലയിൽ കയറുണ്ടല്ലോ, ആ അവാർഡ് കൊടുത്തു അങ്ങനെ നടക്കുന്ന കുരുപൊട്ടിച്ചിട്ടുണ്ടല്ലോ. ഓലൊക്കെ സമസ്തക്കും സുന്നത്ത് ജമാഅത്തിനും വേണ്ടി ഓലെ സമയം മുക്കാലും അല്ലെങ്കിൽ പൗതി മാടി അതിനെ ചെലവഴിക്കണേ. തലന്നെ പാലും പാടില്ല. ഞങ്ങൾ സത്യം പറയും, സുന്നത്ത് ജമാഅത്ത് പറയും, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയം പറയും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 40 അംഗ മുഷാവറ മെമ്പർമാരെ അല്ലെങ്കിൽ സമസ്തന്റെ അധ്യക്ഷനെ ആരെങ്കിലും തെറി പറയുകയോ അല്ലെങ്കിൽ മോശമായിട്ട് പൊതുസമൂഹത്തിന്റെ ഇടയിൽ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ ഒരു മുണ്ടാതെ നിൽക്കണില്ല. ഓല ആ സമയം എടുത്തിട്ട് ഉറക്കളച്ചിട്ടാണെങ്കിൽ എന്താണ് ഇവരെ പണ്ടികൾ അവിടെ ഇട്ടിട്ടോ അതിനെ പറ്റി പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. സമസ്തന്റെ കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ കൊഞ്ഞള കുത്തുന്ന വഹാബികൾ എന്തേലും പറയേണ്ടി ഓലിക്ക് മറുപടി കൊടുക്കുകയാണ്. അപ്പൊ ഓലിക്ക് അവാർഡ് കൊടുക്കാൻ നിർബന്ധിതമാകുകയാണ് സമസ്തന്റെ മക്കള്. സമസ്തന്റെ മക്കള് കീശിന്ന് പൈസ എത്രയാണ് കൊടുക്കുന്നത്? സമസ്തന്റെതോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയിൽ നിർത്തിയിട്ടല്ല കൊടുക്കുന്നത്. അത് നിങ്ങൾ കുരുപൊട്ടിയിട്ട് കാര്യമില്ല. ഈ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ ആയാലും നാസിർ ഫൈസി ആയാലും ആരാണെങ്കിലും നിങ്ങൾ സമസ്തന്റെ കൂടെ നിൽക്കും, നിങ്ങൾക്കും കിട്ടും അവാർഡ്. ഇവർ നിൽക്കണ പോലെ ഹമീദ് ഫൈസി ഉസ്താദിന്റെ സയ്യിദുൽ ഉലമ പറഞ്ഞില്ലേ, ഹമീദ് ഫൈസി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒരു യുവനിര ഉണ്ട് പറഞ്ഞില്ലേ, ആ യുവനിരയിൽ പെട്ടതാണ് ഈ 3 യുവാക്കൾ, ഈ 3 യുവ പണ്ഡിതന്മാർ. അത്രയ്ക്ക് ഇദ്ദേഹം സയ്യിദുൽ ഉലമന്റെ വാക്ക് പൊന്നാണ്. ഹമീദ് ഫൈസി ഉസ്താദിനെ ആ സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞില്ലേ, ഏത് സമ്മേളനത്തിൽ വെച്ചിട്ട്? കൂരിയാട് സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒരു യുവനിര ഉണ്ട്. അതാണ് പൊന്നാക്കി പഠിച്ചോനെ. സയ്യിദുൽ ഉലമന്റെ വാക്കാണ് പൊന്നാക്കി. ആ പൊന്നാക്കിയ 3 എണ്ണാണ്, 3 മുത്തുമണികളാണ്. ഒന്ന് സൽമാൻ നസരി ഉസ്താദും, ഒന്ന് അബൂ താഹിർ ഫൈസി ഉസ്താദും, ഒന്ന് ബഹുമാനപ്പെട്ട മുജീബ് റഹ്മാൻ അൻസരി. നിങ്ങൾക്കാണ് കുരു പൊട്ടിച്ചിങ്ങളെ. ഓലിക്ക് ആ അവാർഡിന് അർഹതപ്പെട്ട അവാർഡ് തന്നെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രവാസി മക്കൾ ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് അതിന് അർഹതപ്പെട്ടവരാണ് അവർ. ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ മനസ്സിലുണ്ട് ഓല്. എന്താണ് ഓല് ഞങ്ങൾക്ക് വല്ലതും ചെയ്തു തന്നിട്ടല്ല, ഓല് സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കുക, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. സത്യം വിളിച്ചു പറയണേ, ആരും പേടില്ലാതെ. ഒരു കൊട്ടാരത്തിൽ കയറി നിൽക്കുന്ന പണ്ഡിതന്മാരല്ലോ സത്യം
അസത്യം വന്നു പോവാണെങ്കിൽ അത് അസത്യമാണെന്ന് ആരുടെ മൂത്തും ചങ്കൂറ്റത്തോടു കൂടെ നട്ടല് നിവർത്തിക്കൊണ്ട് സത്യം പറയും. അതിന് സ്വഹാബികളെ നളന്തകളെ നിങ്ങൾ കുരു പൊട്ടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ പ്രവർത്തിച്ചിട്ട് കാണിച്ചു തരും. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ CIC വിഷയം ഇവിടെ വന്നപ്പോൾ നിങ്ങളൊക്കെ ആദ്യ സമസ്തന്റെ ഒപ്പം നിന്നല്ലോ, പിന്നെ നിങ്ങൾ കൂറുമാറിയല്ലോ. എന്തൊട്ട് നിങ്ങൾ കൂറുമാറിയത്? നിങ്ങൾ കൊട്ടാര പണ്ഡിതന്മാരായി, നിങ്ങൾ അതിന്റെ പിന്നാലെ പോയി സമസ്തക്കെതിരെ പ്രവർത്തിച്ചു. പൊതുസമൂഹത്തെ കാണുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കുഞ്ഞിയിൽ വന്നിട്ട് ഇങ്ങനെ ബിംബളപ്പ് നിങ്ങളൊക്കെ പ്രസംഗം കേൾക്കാനാണ് ആ സദസ്സിൽ ഇരുന്ന്. ഓണംപുള്ളി ആണെങ്കിലും നാസർ ഫൈസി കൂടത്തായി ആണെങ്കിലും അബ്ദുൽ സമദ് കൂട്ടൂരാണ്, നിങ്ങളൊക്കെ പ്രസംഗം കേൾക്കാനാണ് അവിടെ ആയിരക്കണക്കിന് പ്രവർത്തകർ അവിടെ ഇരുന്നത്. നീച്ചു പോകാൻ പറ്റാത്തോണ്ട് ഇരുന്നതാണ് അവിടെ. ആ പ്രവർത്തകർ നീച്ചു പോകാൻ പറ്റാത്തോണ്ട് ഇരുന്നതാണ് അവിടെ. അല്ലാതെ നിങ്ങളെ സ്നേഹിച്ചിട്ടോ നിങ്ങളെ നേതാക്കന്മാരെ സ്വീകരിച്ചിട്ടോ അല്ല അവിടെ ഇരുന്നത്. അറിയോ? അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ വരാൻ കാരണം? നിങ്ങൾ സമസ്തക്കെതിരെ പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ സമസ്തക്കെതിരെ പ്രവർത്തിച്ചു, സമസ്തന്റെ കൂടെ നിൽക്കും. അപ്പോൾ അബൂതാഹിർ ഫൈസി ഉസ്താദിൻ്റെക്കായും സൽമാൻ അസരി ഉസ്താദിൻ്റെക്കായും മുജീബ് റഹ്മാൻ അൻസരിക്ക് കൊടുത്ത നല്ലൊരു ക്യാഷ് അവാർഡ് ലൈക്കും വലിയ അവാർഡ് നിങ്ങളെ തേടി വരും. എന്ത് വേണം? ഇനി നിങ്ങൾക്ക് സമയമുണ്ട്. ഇനിയും സമസ്തന്റെ മക്കൾ നിങ്ങളെ ഇതാക്കും. ഇനി നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾ വരും.